സ്പീഡിൽ പോണം. അല്പം പതുക്കെ പോകാനേ പറ്റൂ. നിർത്തൂ. ആട്ടം നിർത്താൻ. നിർത്താൻ പറ്റൂല. എനിക്കിവിടെ ഇറങ്ങണം. ആട്ടം നിർത്താൻ. നിർത്തൂ. നിക്കവിടെ. എന്താ വാസം? ഏതായി പെൺകുട്ടി? ദയവായി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം സാർ. ഇയാൾ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ കോളേജിൽ പഠിക്കുന്നവളാണ്. എന്നെ പോകാൻ സമ്മതിക്കണം പ്ലീസ്. നീ എന്താണ് ഈ പറയുന്നത്? വാസു ദുരുദ്ദേശത്തോടുകൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു? നിനക്ക് ഭ്രാന്തുണ്ടോ? ഞാനിവിടെ അടുത്തുള്ള ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു സാർ. അപ്പോഴാണ് ഇയാൾ. നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. വാസു മുമ്പൊരിക്കൽ അയാളുടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി 4-5 റൌഡികളുമായി ഏറ്റുമുട്ടിയവനാണ്. അവരെ തല്ലി എന്ന കുറ്റത്തിന് കോടതി വാസുവിനെ ശിക്ഷിക്കുകയും ചെയ്തു. വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് കോടതിയിൽ വന്ന് വാസുവിനെ രക്ഷിക്കാൻ വേണ്ടി സാക്ഷി പറയാമായിരുന്നു. അവളത് ചെയ്തില്ല. എന്നിട്ട് പോലും വാസു ആ പെൺകുട്ടിയെ പറ്റി ഒരു പരാതി പോലും പറയാതെയാണ്. ഞാൻ കാരണം കോടതി മനുഷ്യനെ ശിക്ഷിച്ചോ? അപ്പോൾ നീയാണോ ആ പെൺകുട്ടി? അതെ സർ, ഈ ജീവി തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. സർ, ഞാൻ ഈ കേസിനെ പറ്റി അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട്? കോടതിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല ഞാൻ. ആരാണ് നീ? നിന്റെ അച്ഛനും അമ്മയും ആര് എന്നെല്ലാം അവരെന്നോട് ചോദിക്കില്ലേ? നിനക്കെന്താ അച്ഛനും അമ്മയില്ലേ? എന്താ നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ല, ദുഷ്ടനാണ്. ദുഷ്ടനായ അച്ഛന്റെ പേര് പോലും എനിക്കറിയില്ല. എന്റെ കുടുംബത്തെ പറ്റി ഒന്നും ചോദിക്കരുത്. എന്റെ അച്ഛൻ കാരണം അപമാനിതമാണ് എന്റെ കുടുംബം. സാറിനോട് ക്ഷമിക്കണം. എന്റെ അച്ഛന്റെ പ്രവൃത്തി കാരണം വലിയ വീടുകളിലെ വലിയ ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയവും വെറുപ്പുമാണ്. അങ്ങെപ്പോലും ആദ്യം കണ്ടപ്പോൾ അത്തരത്തിലാണ് എനിക്ക് തോന്നിയത്. എന്ത് പറ്റി സാർ? ഒന്നുമില്ല വാസു. ആ കബോർഡിന്റെ പുറത്ത് ടാബ്ലറ്റിന്റെ ഒരു കുപ്പിയുണ്ട്. പ്ലീസ് ഒന്നെടുക്കൂ. എന്ത് പറ്റി സാർ? ഒന്നുമില്ല പോലെ ഒരു നെഞ്ചുവേദന. പിടിക്കൂ. എത്ര ഗുളിക വേണം സാർ? ഒന്ന് മതി. ഡോക്ടർ വിളിക്കണോ സാർ? വേണ്ട, എനിക്ക് ആശ്വാസം തോന്നുന്നു. സാർ വല്ലാതായിപ്പല്ലോ. എന്ത് പറ്റി സാർ? ഒന്നുമില്ല വാസു. ദുഃഖകരമായ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടാവും. സാർ എത്ര ദയാലുവാണ്, എന്തൊരു ഹൃദയമാണ്. അങ്ങേ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. അങ്ങ് വിശ്രമിക്കണം, ഞങ്ങൾ പോകാം. പേര് പറഞ്ഞില്ലല്ലോ. ഉമ്മ. അമ്മ എവിടെയാണ്? എനിക്ക് അമ്മയില്ല. ഞാനൊരു അനാഥയാണ്. അങ്ങനെ പറയരുത്. ഇപ്പോൾ മുതൽ ഉമ്മ അനാഥയല്ല. എപ്പോഴും നീ ഇവിടെ വരണം. കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. വാസു പുറത്തായി. വാസു ഉമ്മയുടെ ചേട്ടനാണ്. ഉമ്മയെ കൊണ്ടുപോയി കോളേജ് ഹോസ്റ്റലിൽ വിടും. ശരി സാർ. സാർ വിശ്രമിക്കണം. വരൂ ഉമ്മേ. വരട്ടെ.